താങ്കൾ ഇന്നലെ ജയിലിൽ തുടർന്നത് അവിടെ റിമാൻഡ് തടവുകാർ അവർക്ക് കൂടി നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് എന്നാണ് താങ്കൾ പുറത്തും പ്രതികരിച്ചത്. പക്ഷേ കോടതി ആ പരാമർശത്തിൽ കോടതിക്ക് രൂക്ഷ വിമർശനമുണ്ട്. കോടതിയുടെ ഭാഗത്തുള്ള വിമർശനങ്ങൾ താങ്കൾ അറിഞ്ഞല്ലോ അല്ലേ? അതെ, ഞാൻ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളൂ പുറത്തിറങ്ങിയപ്പോൾ. അതിലൊന്ന്, ഇന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് ഒപ്പിടാനും ഇതിന്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ എത്തി പുറത്തേക്ക് വരുന്നത് എന്നും അതിന് എന്തോ ടെക്നിക്കൽ സൈഡിന്റെ ഡിഫക്റ്റ് കൊണ്ടാണ് ഇന്നലെ പുറത്തിറങ്ങാൻ സാധിക്കാത്തത് എന്നുമാണ് ഞാൻ അറിയാൻ സാധിച്ചത്. രണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ജാമ്യം എടുക്കാൻ ആൾക്കാരില്ലാതെ 10,000 രൂപ അതുപോലെയുള്ള ചെറിയ ചെറിയ സംഖ്യകൾ ഇല്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് ഏറ്റിരുന്നു. മാത്രമല്ല ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി രൂപ അതിന്റെ ഒരു ലീഗൽ എയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ കോടതിയെ ധിക്കരിച്ചുകൊണ്ട് ആണ് ഞാൻ പുറത്തിറങ്ങാതെ ഇരുന്നത് മനഃപൂർവ്വം എന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കാലം കോടതിയെ ബഹുമാനിച്ചിട്ടുള്ളൂ. ഞാനൊരു ബിസിനസ്മാൻ ആണ്. ഇപ്പോഴും ഫ്യൂച്ചറിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യും. അല്ലാത്തൊരു വിവരക്കേടും ഞാൻ ചെയ്യില്ല.